തീരുമാനം ഒരുപക്ഷെങ്കിൽ നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, നെബൂഖദ്നേസർ നീട്ടിവെച്ചതായിരിക്കുന്ന ഓഫർ മറ്റൊന്നുമല്ല, അത് ഫുഡാണ്, ആഹാര ക്രമീകരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് നെബൂഖദ്നേസർ ഇവരുടെ മുന്നിൽ ഈ നിലകളിലുള്ള ആഹാരം കൊണ്ടുവച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവച്ചത്? ഈ ഓഫറുകളുടെ മുന്നിൽ വീണുപോകുന്നവരാ പലരും, അല്ലേ? ഓഫർ, സാമ്പത്തിക ഓഫറാകാം, മറ്റു പല നിലകളിലെ ഓഫറുകളുടെ മുന്നിൽ വീണുപോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇവർ നെബൂഖദ്നേസർ രാജാവ് മുൻപോട്ട് വെച്ചതായിരിക്കുന്ന ആ ഓഫറിൽ വീഴാത്തത്? നെബൂഖദ്നേസർ രാജാവ് എബ്രായ ബാലന്മാരെ കുറിച്ച് ചിന്തിച്ചൊരു ചിന്തയുണ്ട്. ഇവർ സമർത്ഥന്മാരാണ്, ജ്ഞാനവൈശിഷ്ട്യമുള്ളവരാണ്, സുന്ദരന്മാരാണ്. അപ്പോൾ അവരെന്റെ രാജ്യത്ത് വിശിഷ്ടമായി ശോഭിക്കുവാൻ അവരെ എനിക്ക് ട്രെയിൻ ചെയ്തെടുക്കണം. ഇവർക്ക് പ്രഥമ സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവർ എൻ്റെ രാജ്യത്ത് വിശിഷ്ടമായി ഇവരെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവരെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കണം. ഏകദേശം ഈ ബാലന്മാരുടെ പ്രായം എന്ന് പറയുന്നത് വലിയ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരുപാട് പ്രായമുള്ളവരല്ല, 20 വയസ്സിൽ താഴെ മാത്രമാണ് ഇവരുടെയൊക്കെ പ്രായം. അപ്പോ ഈ ബാലന്മാരെ നല്ല നിലകളിൽ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ, യഹൂദനല്ലേ, അവൻ നല്ല കഴിവുള്ളവനാണ്, അവൻ സുന്ദരനായിരിക്കും, സമർത്ഥനായിരിക്കും, വിശേഷമായിരിക്കുന്ന കഴിവുള്ളവരായി, ബാബിലോണിലുള്ളവരെക്കാളും ശ്രേഷ്ഠന്മാരാണെന്ന് രാജാവിന് തന്നെ അറിയാം. അപ്പോ ഭരണസിരാകേന്ദ്രങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ നല്ല നിലകളിൽ എൻ്റെ രാജ്യത്ത് എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് ഇവർ സുന്ദരന്മാരും സമർത്ഥന്മാരും ജ്ഞാനവൈശിഷ്ട്യമുള്ളവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനികളാണ് ഇവർ. അപ്പൊ ഈ നിലകളിൽ ഇവരുടെ ബുദ്ധിയെയും സൗന്ദര്യത്തെയും ഇവരിലുള്ളത് കഴിവിനെയും മനസ്സിലാക്കിയ നെബൂഖദ്നേസർ രാജാവ് എന്തു ചെയ്തു? ഇവരെ നല്ല നിലകളിൽ അവരുടെ ശാരീരികവും മാനസികവും എല്ലാ നിലകളിലും അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ചില തീരുമാനമെടുത്തു. ഒരു നിലയിൽ പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റും, നെബൂഖദ്നേസറിനെ കുറ്റം പറയാൻ പറ്റും. കാരണം പുള്ളിക്കാരൻ കണ്ട വ്യൂ വെച്ച് അദ്ദേഹം നല്ലൊരു ഡിസിഷൻ എടുത്തു, അല്ലെ? പക്ഷേ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ കെടുത്തിക്കളയുവാൻ പല ഓഫറുകൾ മുന്നിൽ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാ ഓഫറിനെയും ചാടിക്കേറി നമ്മൾ എന്ത് ചെയ്യരുത്? പിടിച്ചു കളയരുത്. അബ്രഹാമിന് ദൈവം കൊടുത്തതായിരിക്കുന്ന ദർശനത്തിന് അപ്പുറമായി നീ ബാബിലോണിയ രീതികൾ അഭ്യസിക്കുക, നിന്റെ ദേശത്തെ മറക്കുക, നിന്റെ സംസ്കാരത്തെ മറക്കുക, നിന്റെ വിശ്വാസ പ്രമാണങ്ങൾ മറന്നു കളയുവാൻ വേണ്ടി ശത്രു കൊണ്ടുവരുന്ന ഈ പ്രവർത്തികളെ തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മേലാൽ അവർ തങ്ങളുടെ നാമങ്ങളിൽ അറിയപ്പെടാതിരിക്കുവാൻ അവർക്ക് ബാബിലോണിയ നാമങ്ങൾ നെബൂഖദ്നേസർ രാജാവ് കൊടുക്കുവാൻ. ഇന്ന് നമ്മൾ ചിന്തിച്ചത് നെബൂഖദ്നേസർ രാജാവ് മുമ്പിൽ കൊണ്ടുവച്ച ഓഫർ. ഇനി അടുത്തത്, ആ ഓഫറും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവ് മറ്റൊരു തീരുമാനമെടുത്ത് ഇവരുടെ പേരുകൾക്ക് മാറ്റം വരുന്നു. ഇവർ ഇനി എബ്രായ പേരുകളിൽ അറിയപ്പെടരുത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.